മധ്യപ്രദേശിലെ ജബൽപൂർ നടക്കുന്ന ഒരു 15 ദിവസം നീളുന്നൊരു ഫെസ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചീപ്പ് റേറ്റിനാണ്. ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഇവിടെ. ചീപ്പ് റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളുണ്ട്. കുട്ടികളുടെ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കുട്ടികൾക്ക് വേണ്ട ടോയ്സ്, ഡ്രസ്സ്, ടാറ്റു ഷോപ്പ്, അച്ചാർ മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. 15 ദിവസം നീളുന്നതാണ്. 1-ാം തീയതി വരെയുണ്ട് പ്രോഡക്റ്റുകളുടെ സെയിൽ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവർ കേട്ടോ സാധനങ്ങൾ കൊടുക്കുന്നത്. മാറ്റൊക്കെ ഉണ്ടല്ലേ, നല്ല ക്ലോത്താണ്. നല്ല ഏറ്റവും ചീപ്പ് റേറ്റിനാണ് ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഞാൻ വന്നത് ഒരു രാവിലെ നേരമായതുകൊണ്ട് ഇവിടെ കടകൾ കുറച്ചൊക്കെ തുറക്കുന്നുള്ളൂ, കുറേയൊക്കെ അവർ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുള്ളൂ. ഇവിടെ അധികവും തിരക്ക് വരുന്ന വൈകുന്നേരമാണ്. ഇവിടെ വലിയൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ട്. ഡാൻസ്, ഓരോ ദിവസം ഡാൻസ്, പാട്ട്, ഗസൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസം 15 ദിവസം നീളുന്നതായതുകൊണ്ട് ഓരോ ദിവസം ഓരോ പ്രോഗ്രാമാണ്. അപ്പോൾ വൈകുന്നേരമാണ് എല്ലാവരും വരും. അപ്പോഴാണ് നല്ല തിരക്കുണ്ടാവുക. ഇവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ എടുത്തോ, പക്ഷെ വീഡിയോ എടുക്കരുത്. ഇവിടെ അങ്ങനെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഈ ജബൽപൂർ സിറ്റിയിലുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. ഇതിവിടെ വന്നാൽ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ കിട്ടും. ഈ ഫെസ്റ്റിൻ്റെ അനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കൊടുക്കുന്നത്. 1-ാം തീയതി വരെ ഉണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് കേട്ടോ. ചീപ്പ് റേറ്റിനെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. ചീപ്പ് റേറ്റിന് കിട്ടുക നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും കിട്ടില്ല ഇത്രയും നല്ല പ്രോഡക്റ്റുകളൊക്കെ ഈ റേറ്റിന്. പിന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഈ ഔട്ട്ഡോറൊക്കെ ഇടാൻ പറ്റാവുന്ന ടേബിള്, ചെയർ, വുഡൻ്റെ മോഡലൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. എനിക്കിത് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അപ്പോൾ പോയി കാണാം, എങ്ങനെയുണ്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനാദ്യം വിശ്വസിച്ചില്ല എങ്ങനെ ചീപ്പ് റേറ്റ് ആവുമെന്നൊക്കെ. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. അവൻ ഒരോടൊന്ന് പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ നമുക്കിതിങ്ങനെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടേ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. വളയൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വളകളാണ് കേട്ടോ. നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 300-400 രൂപ വരും ഈ റേറ്റിനൊക്കെ. ഇവിടെ കിട്ടുന്നത് ആകെ 20, 10 രൂപ, 30 രൂപ ആ റേറ്റിനാണ്. ഒരു ബ്ലോഗർ ചെയ്യുന്ന പോലെ അച്ചടി ഭാഷയിലൊന്നും എൻ്റെ ലാംഗ്വേജ് വരില്ല. ഉള്ളത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഒന്ന് പറയണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം.
എൻ്റെ വീട്ടിൽ ഞാൻ ഇതേപോലെ ഒന്ന് നാട്ടിൽ നിന്ന് മേടിച്ചപ്പോഴേ 50 രൂപ. ഇവിടെ ആണെങ്കിൽ 5 എണ്ണത്തിന് കൂടിയിട്ട് 30 എത്രയേ വരുന്നുള്ളൂ കപ്പിനൊക്കെ. ലാഭമല്ലേ അതൊക്കെ. പിന്നെ ഇവിടെ ഉള്ളത് അച്ചാറുകളാണ്. അച്ചാറിന് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ, വേറെ വേറെ ഷോപ്പുകളായിട്ട്. മീനച്ചാറൊന്നുമില്ല ഇവിടെ, നോർമലി അച്ചാറുകളാണ്. മിക്സഡ് അച്ചാർ, ഒരുപാട് അച്ചാറുകളുണ്ട് ഇവിടെ. വായക്കാൻ കൊള്ളുമെന്നറിയില്ല, ഞാനെന്തായാലും മേടിച്ചൊന്നുമില്ല. രാത്രിയിൽ നല്ല ഗാനമേള, ഡാൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ദിവസമായിട്ട് ഓരോന്നാണെന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസവും വന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് പറ്റുമെങ്കിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടുമോയെന്ന് അറിയില്ല. ഇല്ലില്ല. ഞാൻ പറഞ്ഞതാ, കണ്ടില്ലേ ചെയറുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മോഡല്. ചെറിയൊരു നല്ല അടിപൊളി സ്റ്റാർട്ടപ്പ് ഹോട്ടലൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇടാൻ പറ്റും. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നോക്കിയാൽ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് റയറായിട്ടുള്ളൂ ഇങ്ങനത്തെയൊക്കെ സെറ്റ് ചെയ്യാൻ. എന്തൊക്കെ ശരിക്കൊരു ചെറിയൊരു ഹോട്ടലൊക്കെ തുടങ്ങി സെറ്റ് ചെയ്യാൻ, പിന്നെ അതല്ല വീട്ടിൽ ഔട്ട്ഡോറിൽ ഇടാനൊക്കെ പറ്റാവുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. റേറ്റും കുറവാണ് കേട്ടോ. ഇത്ര റേറ്റ് കമ്മിയായി കൊടുക്കുമ്പോൾ ഇത് മരം തന്നെയാണോ, ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതൊന്നും നോക്കേണ്ടത്. നമ്മളെ എടുത്തു നോക്കിയപ്പോഴൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇവർക്കിതെങ്ങനെ കൊടുത്താൽ എങ്ങനെ മുതലാവുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അല്ല, ഇത്രയും ചീപ്പ് റേറ്റിന് ഈ സാധനങ്ങളൊക്കെ കൊടുക്കണ്ടേ? കാരണം നമ്മുടെ നാട്ടിലൊരു പൂരം വന്നാൽ ഒരു 10 രൂപയുടെ വിളയ്ക്ക് 50 രൂപയ്ക്കിട്ടാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, പുറത്തുള്ള റേറ്റിനേക്കാട്ടിലും കുറവാണ് ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ. വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട് കുറേ പേര് കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്ത് പോവുക. എന്തെങ്കിലും പറഞ്ഞാൽ ജപാന്ന് പറഞ്ഞ് ഒഴിവാകാം. ചെരുപ്പിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ കടകളുണ്ട് ചെരുപ്പിൻ്റെയൊക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. हमारे पास युवा पत्रकार भाई विनय साथी जी का भी आगमन। रक्तदान से किसी की जीवन को बचाया जा सकता है। हमारे जरूरतमंद असहाय जिन्हें रक्त की आवश्यकता होती है, मौके पर उन्हें रक्त उपलब्ध न होने की स्थिति में प्राणों की रक्षा करता है, उनका जीवन बचाता है। एक बहुत ही पुण्य कार्य है। इस पुण्य कार्य में शामिल होकर आप अपनी सामाजिक जिम्मेदारी का निर्वाह करें। भाई विनय साथी जी से भी आग्रह है, उनके द्वारा रक्तदान शिविर में उपस्थित होकर सहयोग प्रदान किया जा रहा है। अखिलेश ठाकुर जी जो हमारे बुंदेली गौरव न्यास की ओर से मीडिया प्रबंधन का कार्य देख रहे हैं, उनका भी स्वागत है। वो भी निरंतर हमें सहयोग प्रदान कर रहे हैं। आदरणीय कैप्टन भैया आपका बहुत धन्यवाद रक्तदान करने के लिए। आपके द्वारा किए गए रक्तदान से जीवन को बचाया जा सकता है। रक्तदान महादान सैन्य में अच्छा लगता है। आपके द्वारा किया गया रक्तदान 2-5 हज़ार
हमारी रक्तदान वैन खड़ी हुई है, सामने के स्टॉल में खड़ी कर दें। रक्तदान महादान, रक्तदान शिविर का काम चल रहा है। ब्रज सेन भी रक्तदान करने के लिए युवा साथी हैं हमारे, आगे आए हैं। ब्रज भैया आपका भी बहुत बहुत धन्यवाद। रक्तदान ഇതൊക്കെ കാണൽ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾ ചെയ്ത വർക്കുകളൊക്കെ ഓരോന്നും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുള്ള, ടീച്ചേഴ്സും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വേണമല്ലോ, നമ്മുടെ നാട്ടിലും വേണം ഇതേപോലെ ഇങ്ങനെ ഓരോ പൂരത്തിനും ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇതേപോലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടോ, എന്ത് ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ അവരോട് ചോദിച്ചു വീഡിയോ എടുക്കട്ടെ എന്ന്, അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എടുത്തത് കേട്ടോ. हेलो, विशेष स्कूल की सभी छात्राएं गेट पर आ जाएं। आप अपनी वापस